തൃശൂർ കണ്ടശാങ്കടവ് കോൺവെന്റ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തിയ മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന് നേരെ കയ്യേറ്റ ശ്രമം നടന്നതായി പരാതി. പോളിംഗ് ബൂത്തിലെത്തിയ TN പ്രതാപനെ യാതൊരു പ്രകോപനമില്ലാതെ BJPയുടെ ബൂത്ത് ഏജന്റ് കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് UDF മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ ആരോപിച്ചു. തടയുകയും ആ തടയുന്ന ഭാഗം നോക്കി നിൽക്കാൻ പോലീസ് തയ്യാറാവുകയും ചെയ്തതിലാണ് ഞങ്ങൾക്ക് ആമോഷം. ഇത് RSSന്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. ജോലിയിൽ മുന്നിൽ കണ്ടുകൊണ്ട് RSS സംഘപരിവാർ ശക്തികൾ ഐക്യജനാധിപത്യ മുന്നിൽ പ്രവർത്തകർക്ക് നേരെ മാത്രമല്ല സ്ഥാനാർത്ഥികൾക്ക് നേരെയും അക്രമം അഴിച്ചുകൂടിയാണ്. ഇതൊരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിശക്തമായി ഞങ്ങൾ പോരാടും. അതിശക്തമായി ഇതിനെ ഞങ്ങൾ നേരിടും. എന്ത് വില കൊടുത്തും RSSന്റെയും സംഘപരിവാറിന്റെയും ഈ ദുഷ്പ്രവൃത്തികൾക്കെതിരെയും ഈ കയ്യേറ്റങ്ങൾക്കെതിരെയും അതിനെ സഹായിക്കുന്ന പോലീസിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് യാതൊരു സംശയവുമല്ല. അതേസമയം സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് കയറാനുള്ള അവകാശമുള്ളതെന്നും എന്നാൽ UDF സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന ചിലർ പോളിംഗ് ബൂത്തിലേക്ക് കയറിയത് ചോദ്യം ചെയ്തപ്പോൾ BJP പ്രവർത്തകനെ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് മണലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ പറഞ്ഞു. ആ മർദ്ദിക്കപ്പെട്ട ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായിട്ടുള്ളത്. മർദ്ദിച്ചവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്, അല്ലാതെ മർദ്ദിക്കപ്പെട്ട ആളെ ഇല്ല കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. അപ്പം നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇവിടെ പ്രകടിപ്പിച്ചത്. പോലീസ് പക്ഷപാതപരമായിട്ട് വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. പോലീസ് പക്ഷം പിടിക്കാൻ പാടില്ല. നിഷ്പക്ഷമായിട്ടുള്ള നീതി നടപ്പാക്കേണ്ടവരാണ് പോലീസ്. ഇവിടെ ഒരാൾ മർദ്ദിക്കപ്പെട്ട ഒരാളെ ഏകപക്ഷമായിട്ട് പിടിച്ചുകൊണ്ടുപോവുക, മർദ്ദിച്ച ആളുകൾ സ്വൈരവിഹാരം നടത്തുക, അത് നീതികേടാണ്. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം BJP അറിയിക്കുക.